പ്രധാന വാർത്തകൾ. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാകും. പങ്കിടൽ വ്യവസ്ഥയില്ല. DK ശിവകുമാർ ഏക ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ ശനിയാഴ്ച. നാളികേരം മുടച്ചും പടക്കം പൊട്ടിച്ചും ആരാധകരുടെ ആഘോഷം. കേന്ദ്ര മന്ത്രിസഭയിൽ അപ്രതീക്ഷിത അഴിച്ചുപണി. കിരൺ റിജിജുവിനെ നിയമമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കി. അർജുൻ റാം മേഘ്വാൾ പുതിയ മന്ത്രി. മാറ്റത്തിന് കാരണം ജഡ്ജി നിയമനത്തിലെ തർക്കമെന്ന സൂചന. ജല്ലിക്കെട്ട് നിയമം ശരിവച്ച് സുപ്രീം കോടതി. തമിഴ്നാട് മഹാരാഷ്ട്ര സർക്കാരുകളുടെ നിയമ ഭേദഗതി അംഗീകരിച്ചു. ജല്ലിക്കെട്ട് സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് കോടതി. എറണാകുളത്ത് പട്ടാപ്പകൽ KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം. പ്രഭാതത്തിനെതിരെ കേസെടുത്ത പോലീസ്. ദുരനുഭവം ഉണ്ടായത് ചലച്ചിത്രതാരവും മോഡലുമായി യുവതിക്ക്. കൊല്ലത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗോഡൌണിലെ തീപിടുത്തം. 10 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി വിലയിരുത്തൽ. അന്വേഷണം ആരംഭിച്ച് അഗ്നിശമന സേനാ വിഭാഗം. ജ്ഞാനായ സഭ അന്യസഭാ വിവാഹത്തിന് വീണ്ടും അനുമതി നിഷേധിച്ചു. ഈ പിള്ളേരുടെ കണ്ണീരിന്റെ വില കൊടുക്കേണ്ടി കണ്ണീരിന്റെ വില കൊടുക്കേണ്ടി വരും. ദൈവം സാക്ഷിയായിട്ട് ഒരു നീടി കിടക്കട്ടെ. ഇവിടെ എല്ലാ ദിവസവും ബൈബിൾ ഇവിടെ പൊക്കുന്നുണ്ടല്ലോ. ക്രിസ്തീയ ബൈബിൾ പൊക്കുന്നുണ്ടല്ലോ. ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? അപ്പം കാസർഗോഡ് കൊട്ടോടിയിൽ പള്ളിക്ക് പുറത്തു വെച്ച് വധൂവരന്മാർ മാല ചാർത്തി. സഭയുടെ നടപടി ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്നും പിന്മാറി റാഫേൽ നദാൽ. പിന്മാറ്റം ഇടുപ്പിനേറ്റ പരിക്ക് ഭേദമാകാത്തതിനെ തുടർന്ന് 2005 ശേഷം താരത്തിന് ടൂർണമെന്റ് നഷ്ടമാകുന്നത് ഇതാദ്യം.